എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്നായിരുന്നു. ആദ്യ മത്സരം ജയിച്ചതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഇന്ത്യൻ ടീം ഇന്ന് കളത്തിലിറങ്ങിയത്. കഴിഞ്ഞ മത്സരത്തിൽ പുറത്തിരുന്ന ജയ്സ്വാൾ, കോഹ്ലി തുടങ്ങി താരങ്ങൾ രണ്ടാം T20യിലേക്ക് തിരിച്ചെത്തി. ഇൻഡോറിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൗളിംഗ് ആയിരുന്നു തിരഞ്ഞെടുത്തത്. ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാന് അത്ര മികച്ച തുടക്കമല്ല ലഭിച്ചത്. രണ്ടാം ഓവറിൽ തന്നെ ബിഷ്ണോയ് വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ഗുർബാസിനെ പുറത്താക്കി ഇന്ത്യയ്ക്ക് വേണ്ടി സ്ട്രൈക്ക് ചെയ്തു. എന്നാൽ സദ്രാൻ, ഗുൽബാദിൻ കൂട്ടുകെട്ട് മികച്ച പാർട്ണർഷിപ്പ് കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും അഞ്ചാം ഓവറിൽ അക്സർ വീണ്ടും അഫ്ഗാനിസ്ഥാന്റെ നട്ടെല്ലൊടിച്ചു. അക്സർ പട്ടേലിന്റെ പന്തിൽ 8 റൺസ് നേടിയ ക്യാപ്റ്റൻ സദ്രാനെയാണ് പവിലിയനിലേക്ക് മടക്കിയത്. തൊട്ട് അടുത്ത ഓവറിൽ ഉമർസായിയും പുറത്തായതോടെ അഫ്ഗാനിസ്ഥാൻ ഒന്ന് പതറി. എന്നാൽ മൂന്നാം നമ്പറിൽ ഇറങ്ങിയ ഗുൽബാദിൻ അഫ്ഗാനിസ്ഥാനെ മുന്നിൽ നിന്നും നയിച്ചു. 35 പന്തിൽ 57 റൺസാണ് താരം അടിച്ചുകൂട്ടിയത്. കഴിഞ്ഞ മത്സരത്തിൽ വെടിക്കെട്ട് പ്രകടനം പുറത്തെടുത്ത നബി 14 റൺസ് നേടി ഇന്ന് കളം മുങ്ങിയപ്പോൾ ഇന്ത്യ കളി തിരിച്ചുപിടിച്ചു. വാലറ്റത്ത് മുജീബുൾ റഹ്മാൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും 20 ഓവർ അവസാനിച്ചപ്പോൾ അഫ്ഗാനിസ്ഥാൻ 10 വിക്കറ്റ് നഷ്ടത്തിൽ 172 എന്ന നിലയിലാണ് ഇന്നിംഗ്സ് അവസാനിച്ചത്. ഇന്ത്യൻ ബൗളിംഗിൽ അർഷദീപ് 3 വിക്കറ്റ് നേടി മിന്നിത്തിളങ്ങി. അക്സർ പട്ടേൽ, ബിഷ്ണോയ് എന്നിവർക്ക് 2 വിക്കറ്റ് വീതവും ലഭിച്ചു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കമാണ് ഓപ്പണർ ജയ്സ്വാൾ നൽകിയത്. എന്നാൽ മറുവശത്ത് രോഹിത് ശർമ്മ ഇന്നും നിരാശപ്പെടുത്തി. ആദ്യ പന്തിൽ തന്നെ വലിയ ഷോട്ട് കളിക്കാൻ നോക്കിയ താരം ഗോൾഡൻ ഡക്ക് ആവുകയായിരുന്നു. എന്നാൽ മൂന്നാം നമ്പരിൽ എത്തിയ കോഹ്ലിയും ജയ്സ്വാളും ചേർന്ന് അഫ്ഗാൻ ബൗളർമാരെ പഞ്ഞിക്കിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇരുവരും അടിച്ചു കളിച്ചതോടെ ഇന്ത്യൻ സ്കോർ കുതിച്ചുയർന്നു. ആദ്യ പവർ പ്ലേയുടെ അവസാന ഓവറിൽ ഇന്ത്യക്ക് കോഹ്ലിയും നഷ്ടമായി. പിന്നീട് എത്തിയ ബാറ്റ്സ്മാൻമാർ അടിച്ചു കളിച്ചതോടെ ഇന്ത്യ ഈസിയായി കളി ജയിച്ചു. ജയ്സ്വാൾ ഇന്ന് വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത്. അതുപോലെ കോഹ്ലിയും ഇന്ന് മികച്ചു നിന്നു. രണ്ടാം T20യും ഇന്ത്യ ജയിച്ചതോടെ പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. മലയാളി താരം സഞ്ജുവിന് ഇന്നത്തെ മത്സരത്തിലും സ്ഥാനം നഷ്ടമായി. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.